പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തിയിട്ടുണ്ട് വനം വകുപ്പ്. വയലിനോട് ചേർന്നുള്ള കൊല്ലിയിലാണ് കടുവയെ കണ്ടെത്തിയത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കടുവയെ അവിടെ നിന്ന് തുരത്തുന്നതിനോ മയക്കുവെടി വെക്കുന്നതിനോ ഒക്കെയുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് വേണം മനസ്സിലാക്കാൻ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വയലിനോട് ചേർന്നുള്ള ഭാഗത്താണ് കടുവ ഇപ്പോഴുള്ളത് അല്ലേ? അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? 100% സ്ഥിരീകരിച്ചിട്ടുണ്ട് വിജയകുമാർ. അതിനിർണായകമായ നീക്കങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കൃത്യമായ രീതിയിൽ തന്നെ കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ചീക്കല്ലൂരിൽ ഒരു വയലിന്റെ നടുക്കായുള്ള ഒരു പ്രദേശമുണ്ട്. കൈതക്കാടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിനകത്താണ് കടുവ മറിഞ്ഞിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അത് പുറത്തു വന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പുറത്തു വന്ന ഘട്ടത്തിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ആ മേഖല ഉള്ളത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ച് നിൽക്കുന്നു. അടുത്ത മൂവ്മെന്റ് എന്താകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അതായത് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോംവഴി. കുങ്കിയാനകളെ അടക്കം ഉപയോഗപ്പെടുത്തിയാകും ആ ഒരു ദൗത്യം നടക്കുക എന്നുള്ളതാണ്. വയലാണ്, വയലിനോട് ചേർന്നുള്ള പ്രദേശത്ത് അതിനപ്പുറത്തേക്ക് എല്ലാം തന്നെ ജനവാസ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രീതിയിൽ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ വയനാട് സൗത്ത് ഡിവിഷന്റെ ഭാഗമായുള്ള പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കാണുന്നത് നേരത്തെ വയനാട് നോർത്ത് ഡിവിഷന്റെ ആ മേഖല, അതായത് ഈ പടിക്കമയൽ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തിന്റെ ആ മേഖല വരുന്നത് വയനാട് നോർത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ അത് സൗത്ത് ഡിവിഷന്റെ ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ് കടുവ. ആ കടുവ അവിടെ കാൽപ്പാടുകൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ ഈ മേഖലയിൽ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആ സമയത്ത് ആ ഘട്ടത്തിൽ പോലും കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഭഗ്മാർക്കടക്കം തേടിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി. ഇതിനിടയിലാണ് കടുവ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്നത്. വീണ്ടും അത് അകത്തേക്ക് ഒരു മരത്തിന്റെ ഓരത്തായി ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മേഖല അതീവ ജാഗ്രതയിൽ തന്നെ തുടരുന്നു. അതായത് വനംവകുപ്പിന്റെ നീക്കങ്ങൾ എന്താണ് എന്നറിയാനുള്ള അതീവ ജാഗ്രതയിൽ തുടരുന്നു. DFO അജിത് കെ രാമൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് നിർദ്ദേശമാണ് ഇനി ഉണ്ടാവുക? ഒരുപക്ഷെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യം മാത്രമാകും. കാരണം അല്ലാത്ത പക്ഷം ഈ മേഖല തീരെ സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് വനം മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ല, ജനവാസ കേന്ദ്രങ്ങളാണ്. കണ്ണെത്താദൂരത്തോളം നെൽവയൽ ഉള്ള മാത്തൂർവയലടക്കം ഉള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ബാധിക്കാനുള്ള സാധ്യത, അത് ഓടിപ്പോവുകയോ മറ്റോ ആണെങ്കിൽ അത് തീരെ സുരക്ഷിതത്വമുള്ള അവസ്ഥയാകില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ള പോംവഴിയിലേക്ക് എത്താനാകും നീക്കം. 2 കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്, വിക്രമും ഭരതും. എന്തായാലും ആ കുങ്കിയാനകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാകും വനംവകുപ്പ് നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ മേഖല വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായി മാറിയിരിക്കുകയാണ്. വയലിനോട് ചേർന്നുള്ള ഒരു കൊല്ലി പോലെയുള്ള പ്രദേശം, അതായത് കൈതക്കാടുകളും മറ്റും നിറഞ്ഞ മരങ്ങളും കമുകും മറ്റും നിറഞ്ഞ ആ പ്രദേശത്താണ് ഇങ്ങനെ ഈ കടുവ ഇപ്പോൾ നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കടുവ അകത്തുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവിടെ ആറാട്ടീൻ്റെ ആൾക്കാരെല്ലാം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവിടെ കണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ എന്താണ് മൂവ്മെന്റ് എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് നേരത്തെ പടിക്കൻ വയലിൽ നിന്ന് കണ്ട അതേ കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി നടപടികൾ അവരാലോചിച്ച് ചെയ്യുന്നതായിരിക്കും. ശരി, പക്ഷേ കൂടുതൽ സമയമെടുക്കുന്ന ഒരു നീക്കമായിരിക്കും. അത് ജനവാസ കേന്ദ്രമായതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തിടുക്കത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. അക്കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ വേണ്ടിവരും. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. എന്തായാലും ആ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവിടെയുണ്ട് എന്നുറപ്പിച്ചു. അത് ഇന്നലെ അവിടെ കണ്ടെത്തിയ അതേ കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.